ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എള്ള് കറുത്തതും വെളുത്തതുമായി രണ്ട് തരത്തിലുണ്ട്. ഇതിൽ കറുത്ത എള്ളിനാണ് ഔഷധ ഗുണം കൂടുതൽ. ഇതൊരു ഗസൈൻ ഔഷധമായതിനാൽ യൗവനം നിലനിർത്താനും ശരീരകാന്തിക്കും ദീർഘായുസ് വർദ്ധിപ്പിക്കുവാനും നിത്യവും രാവിലെ 2 ടേബിൾ സ്പൂൺ എള്ള് ചതച്ച് അരച്ച് കഴിച്ചതിന് ശേഷം മീതെ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. കറുത്ത എള്ള് നല്ലവണ്ണം കഴുകി ഉണക്കി ഇതിൻ്റെ കൂടെ പനം ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് ഇടിച്ച് ഒരു ബോട്ടിലാക്കി വെച്ച് കുട്ടികൾക്ക് ഓരോ സ്പൂൺ വെച്ച് കൊടുക്കാം. നമുക്കും കഴിക്കുന്നത് നല്ലതാണ്. രക്തക്കുറവ് മാറിക്കിട്ടും. മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടും. ദിവസവും എള്ള് കഴിച്ചാൽ എള്ളോളം അല്ല ഗുണങ്ങൾ. ഒരു ഇത്തിരിയോളമേ ഉള്ളൂ എങ്കിലും എള്ളിനെ അത്ര നിസ്സാരമായി കാണണ്ട. ഇതിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോഴാണ് ഇതൊരു സംഭവമാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. കറുത്തത്, വെളുത്തത്, ചുവന്നത്, ഇളം ചുവപ്പുള്ളത് എന്നിങ്ങനെ പ്രധാനമായും 4 തരത്തിലുണ്ട് എള്ള്. എള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എള്ളെണ്ണയാണ് തൈലങ്ങളിൽ ഏറ്റവും പരിശുദ്ധം. ഇത് ചർമ്മത്തിനും മുടിക്കും വിശേഷമാണ്. ഔഷധാവശ്യങ്ങൾക്കും സോപ്പ് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. എള്ളെണ്ണ കൂട്ടിച്ചേർത്ത് വിധിപ്രകാരം കാച്ചിയാൽ അസുഖങ്ങളെ ശമിപ്പിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. കുട്ടികളുടെ ആഹാരത്തിൽ എള്ളു കൂട്ടിച്ചേർക്കുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിന് ബലവും പുഷ്ടിയും ഉണ്ടാകും. ശരീര സ്നിഗ്ധത, ബുദ്ധി, ശരീരപുഷ്ടി എന്നിവ വർദ്ധിപ്പിക്കും. എള്ളെണ്ണ ചർമ്മരോഗങ്ങളെയും വ്രണങ്ങളെയും നശിപ്പിക്കുന്നു. ഞരമ്പുകളെ പുഷ്ടിപ്പെടുത്തും. ചർമ്മത്തിനും മുടിക്കും വിശേഷപ്പെട്ടതാണ്. ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് എള്ളരച്ച് പാലിൽ കലക്കി ശർക്കര ചേർത്ത് കഴിച്ചാൽ ഗുണം ചെയ്യും. എള്ളിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. പ്രമേഹമുള്ളവർക്ക് മറ്റെണ്ണകളെ അപേക്ഷിച്ച് അധികം ഭയമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് എള്ളെണ്ണ. എള്ളിൽ പലതരം അമിനോ അമ്ലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 20ഓളം അമിനോ അമ്ലങ്ങൾ ചേർന്നതാണ് മനുഷ്യ ശരീരത്തിലെ മാംസ്യം. ഓരോ ആഹാരപദാർത്ഥത്തിലും ഉള്ള മാംസ്യത്തിൻ്റെ ഘടന അതിനുള്ള അമ്ലങ്ങളുടെ അനുപാതത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വായുടെയും തൊണ്ടയുടെയും രോഗങ്ങൾക്ക് എള്ള് പ്രതിവിധിയാണ്. എള്ള് കഷായമാക്കി സേവിച്ചാൽ സ്ത്രീ സഹജമായ പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. എള്ളും ശർക്കരയും ദിവസേന കഴിക്കുന്നത് രക്തക്കുറവ് കുറയ്ക്കാൻ നല്ലതാണ്. ഉഷ്ണവീര്യമുള്ള എള്ള് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ കഴിക്കേണ്ട ആവശ്യമില്ല. 5 ഗ്രാം വീതം എള്ള് ത്രിഫല ചൂർണവും യോജിപ്പിച്ച് ദിവസേന വെറും വയറ്റിൽ സേവിച്ചാൽ ആരോഗ്യത്തിന് ഉത്തമമാണ്. എള്ള് കൽക്കണ്ടമോ ശർക്കരയോ ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. എള്ളെണ്ണ തേക്കുന്നതും എള്ളില അരച്ച് താളിയായി ഉപയോഗിക്കുന്നതും നന്ന്. കറുത്ത തലമുടിക്ക് എള്ളു വറുത്ത് പൊടിച്ച് നെല്ലിക്കയും കയ്യോന്നിയും ഒന്നിച്ച് ചേർത്ത് ദിവസവും കഴിക്കുക. നെല്ലിക്ക നീരിൻ്റെ 1/4 എള്ളെണ്ണയിൽ ചേർത്ത് കാച്ചി തേച്ചാൽ മുടികൊഴിച്ചിൽ കുറയും. എള്ളു വറുത്ത് ശർക്കര ചേർത്ത് ഭക്ഷിച്ചാൽ ശരീരബലം വർദ്ധിക്കും. ചുമയും കഫക്കെട്ടും മാറും. എള്ളും റാഗിയും ചേർത്ത് അടയാക്കി പ്രമേഹ രോഗികൾ കഴിച്ചാൽ ശരീരബലവും ധാതുശക്തിയും വർദ്ധിക്കും. പൊള്ളൽ ഉണ്ടായാൽ വെളിച്ചെണ്ണയും എള്ളെണ്ണയും സമം ചേർത്ത് പുരട്ടുക. കാലത്ത് വെറും വയറ്റിലും രാത്രിയിൽ ഭക്ഷണശേഷവും എള്ളെണ്ണ 2 ടീസ്പൂൺ വീതം കഴിച്ചാൽ യൂറിനിലും രക്തത്തിലുമുള്ള മധുരാംശം കുറയും. കഫരോഗം മാറി ശക്തിയുണ്ടാകും. എള്ളരച്ച് പാലിൽ കലക്കി ശർക്കര ചേർത്ത് ദിവസവും കഴിച്ചാൽ പ്രോട്ടീൻ കുറവ് പരിഹരിക്കാം. എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എള്ള്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്.